ചൈനയെ റീപ്ലേസ് ചെയ്തിട്ട് അമേരിക്കയുടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ആ രാജ്യത്ത് ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കും തൊഴിൽ കിട്ടുന്നു. അതൊരു മാസ്റ്റർ സ്ട്രോക്കാണ് ബേസിക്കലി. അവിടെയാണ് മോദി ഗവൺമെന്റ് യെസ് പറഞ്ഞു, ഓക്കെ നമ്മൾ ഈ ഡീലുമായിട്ട് പോകാം, നമ്മൾ വെനൂസിലെങ്കിൽ വെനൂസിലേത് വാങ്ങാം. അതായത് ചൈനീസ് കമ്പനികളെ റീപ്ലേസ് ചെയ്തെടുത്ത് ഇന്ത്യൻ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നു. കാരണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടും. കാരണം ലോകത്തെ എനർജി ഇല്ലാതെ ഒരു രാജ്യത്തും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പം അമേരിക്കയ്ക്ക് എന്താണ് അതിൻ്റെ ട്രേഡും അതിൻ്റെ ഫീസും ആ സംഭവം കൊടുത്താൽ മതി. അതായത് ഇന്ത്യക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യുക. ഇതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് ട്രേഡിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിലും തിരശ്ശീലയ്ക്ക് പിറകിലും എന്താണ് നടക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിനെ വളരെ നേരത്തെ വിളിപ്പിച്ചു. അതേപോലെ അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോർ, അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡിസ്കഷൻ പല ആവർത്തി നടത്തി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ചൈനയെ റീപ്ലേസ് ചെയ്യും, ചൈനക്കാർ തിരിച്ചുപോയി അവിടെ ഇന്ത്യൻ കമ്പനികളായിരിക്കും ഇനി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.